കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു പോരാട്ടത്തിനാണ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തുടർച്ചയായ രണ്ടാം തവണയും അധികാരം നിലനിർത്തി ചരിത്രം കുറിച്ച LDF ഇത്തവണ ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടാണ് പടയൊരുക്കം നടത്തുന്നത്. എന്നാൽ ഭരണവിരുദ്ധ തരംഗത്തിന്റെ കരുത്തിൽ UDF അധികാരം തിരിച്ചുപിടിക്കുമെന്നാണ് ലോകപോൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ പ്രീപോൾ സർവേ പ്രവചിക്കുന്നത്. 140 അംഗ നിയമസഭയിൽ കേവലം ഭൂരിപക്ഷത്തിന് ആവശ്യമായ 71 സീറ്റുകൾ മറികടന്ന് 81 മുതൽ 86 സീറ്റുകൾ വരെ UDF നേടുമെന്നാണ് സർവേയുടെ കണ്ടെത്തൽ. 2021 തിരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ നേടി കരുത്തുറ്റ വിജയം കാഴ്ചവെച്ച LDFന് ഇത്തവണ വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത്. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളും വോട്ടായി മാറുമെന്ന് ഇടതുമുന്നണി നേതാക്കൾ അവകാശപ്പെടുമ്പോഴും താഴെത്തട്ടിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെന്ന് സർവേ സൂചിപ്പിക്കുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. കഴിഞ്ഞ തവണ 41 സീറ്റുകളിലേക്ക് ചുരുങ്ങിയ മുന്നണി ഇത്തവണ വോട്ട് വിഹിതത്തിൽ വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് പ്രവചനം. സർവേ പ്രകാരം മുന്നണികളുടെ ഏകദേശ വോട്ട് വിഹിതം ഈ രീതിയിലായിരിക്കും. UDF 43 മുതൽ 45%, LDF 41%, NDA 13 മുതൽ 15%. കേരളത്തെ വടക്കൻ, മധ്യ, തെക്കൻ എന്നിങ്ങനെ മൂന്നായി തിരിച്ചാണ് ലോകപോൾ സർവേ ഫലങ്ങൾ വിശകലനം ചെയ്തിരിക്കുന്നത്. ഓരോ മേഖലയിലും വ്യത്യസ്തമായ രാഷ്ട്രീയ സമവാക്യങ്ങളാണ് പ്രകടമാകുന്നത്. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള വടക്കൻ കേരളത്തിൽ UDFന് അനുകൂലമായ വലിയൊരു തരംഗം സർവേ പ്രവചിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയായ മലപ്പുറത്ത് UDF ആധിപത്യം തുടരും. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇവിടെ പൂർണ്ണമായും UDFന് അനുകൂലമാകും. LDFന് വലിയ സ്വാധീനമുള്ള കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ അപ്രതീക്ഷിതമായ വിജയങ്ങൾ UDF നേടുമെന്ന് സർവേ പറയുന്നു. ഭരണവിരുദ്ധ വികാരം നഗരഗ്രാമ വ്യത്യാസമില്ലാതെ പ്രതിഫലിക്കും. വയനാട്, കോഴിക്കോട് ജില്ലകളിലെ മലയോര കർഷകർക്കിടയിൽ നിലനിൽക്കുന്ന അതൃപ്തി സർക്കാരിന് വലിയ തിരിച്ചടിയാകും. വന്യജീവി ആക്രമണം, പട്ടയ പ്രശ്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളാണ്. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായ കണ്ണൂരിലും പാലക്കാടും LDFന് 13 മുതൽ 16 വരെ സീറ്റുകൾ നിലനിർത്തുമെങ്കിലും UDF അവിടെയും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും. ഈ മേഖലയിൽ BJPക്ക് സീറ്റുകളൊന്നും ലഭിക്കില്ലെങ്കിലും ചില പോക്കറ്റുകളിൽ അവർ സാന്നിധ്യം അറിയിക്കും. എറണാകുളം, ഇടുക്കി, കോട്ടയം, തൃശൂർ ജില്ലകൾ ഉൾപ്പെടുന്ന മധ്യകേരളം എപ്പോഴും കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന മേഖലയാണ്. സീറോ മലബാർ, ലാത്തിൻ കത്തോലിക്ക സഭകൾക്കിടയിൽ സർക്കാരിനോടുള്ള അതൃപ്തി UDFന് അനുകൂലമായ വോട്ട് ഏകീകരണത്തിന് കാരണമാകും. പുരോഹിതരുടെ സ്വാധീനം വോട്ടിംഗിൽ പ്രതിഫലിക്കുമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ നിലനിൽക്കുന്ന പ്രതിഷേധം എറണാകുളം, തൃശൂർ ജില്ലയിലെ തീരദേശ മണ്ഡലങ്ങളിൽ LDFന് വിനയാകും. മധ്യ കേരളത്തിൽ UDF 30 മുതൽ 35 സീറ്റുകൾ വരെ നേടുമ്പോൾ LDF 18 മുതൽ 23 സീറ്റുകളിലേക്ക് ഒതുങ്ങാനാണ് സാധ്യത. ഇവിടെ BJPക്ക് സീറ്റുകളൊന്നും പ്രവചിക്കപ്പെടുന്നില്ല. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ല ഉൾപ്പെടുന്ന തെക്കൻ കേരളത്തിലാണ് LDF ഇത്തവണയും ഏറ്റവും വലിയ പ്രതീക്ഷ വയ്ക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഭരണവിരുദ്ധ തരംഗം ഉണ്ടെങ്കിലും തെക്കൻ കേരളത്തിലെ പല സിറ്റിംഗ് MLAമാർക്കും പ്രാദേശികമായി നല്ല ജനസ്വാധീനമുണ്ട്. ഇത് LDFനെ പല സീറ്റുകളും നിലനിർത്താൻ സഹായിക്കും. ശബരിമല വിഷയങ്ങൾ വീണ്ടും ചർച്ചയാകുന്നതും നായർ വോട്ടുകളുടെ ഏകീകരണം പത്തനംതിട്ടയിൽ UDFന് മുൻതൂക്കം നൽകിയേക്കാം. കുട്ടനാടൻ മേഖലയിലെ നെൽകർഷകരുടെ ദുരിതവും കശുവണ്ടി കയർ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും സർക്കാരിനെ പ്രതിരോധത്തിലാക്കും. ആശാവർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്കിടയിലെ വോട്ടുമാറ്റങ്ങളും നിർണായകമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ BJP അതിശക്തമായ മത്സരം കാഴ്ചവെക്കും. സർവേ പ്രകാരം കേരളത്തിൽ NDAക്ക് ലഭിക്കാവുന്ന 0 മുതൽ 2 സീറ്റുകൾ ഈ മേഖലയിൽ നിന്നാകാൻ സാധ്യതയുണ്ട്. BJP പിടിക്കുന്ന ഈഴവ വോട്ടുകൾ പലയിടത്തും LDFന് നാശം ഉണ്ടാക്കുമെന്നും അത് പരോക്ഷമായി UDFന് ഗുണകരമാകുമെന്നും സർവേ വിശകലനം ചെയ്യുന്നു. ലോകപോൾ സർവേ പ്രകാരം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ചില പ്രധാന ഘടകങ്ങൾ ഇവയാണ്. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നതും സാധാരണക്കാർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. BJPയുടെ കടന്നുകയറ്റത്തെ തടയാൻ പ്രാപ്തിയുള്ളത് UDFനാണെന്ന തോന്നൽ ക്രൈസ്തവ മുസ്ലിം വോട്ടർമാർക്കിടയിൽ ശക്തിപ്പെടുന്നത് UDFന് വലിയ മുതൽക്കൂട്ടാകും. 13 മുതൽ 15% വരെ വോട്ട് വിഹിതം BJP നേടുമെന്നാണ് പ്രവചനം. ഈ വോട്ടുകൾ LDFന്റെയും UDFന്റെയും ഉറച്ച വോട്ട് ബാങ്കുകളിൽ നിന്നാണ് ചോരുന്നത്. ഇത് പല മണ്ഡലങ്ങളിലും ചെറിയ ഭൂരിപക്ഷത്തിന് ജയപരാജയങ്ങൾ നിശ്ചയിക്കും. തുടർച്ചയായ 10 വർഷത്തെ ഭരണത്തിന് ശേഷം സ്വാഭാവികമായും ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം ഇത്തവണ വളരെ പ്രകടമാണെന്ന് സർവേ വിലയിരുത്തുന്നു. ലോകപോൾ സർവേ ഫലങ്ങൾ UDF ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. 2021 തകർച്ചയിൽ നിന്നും കരകയറാൻ ഈ ഫലങ്ങൾ അവരെ സഹായിക്കും. എന്നാൽ LDF ഈ സർവേകൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. താഴെത്തട്ടിലുള്ള തങ്ങളുടെ സംഘടനാ സംവിധാനവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രചാരണവും ഫലം മാറ്റുമെന്നാണ് അവരുടെ വിശ്വാസം. മറുവശത്ത് BJP തങ്ങളുടെ വോട്ട് വീതം വർദ്ധിപ്പിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ത്രികോണ മത്സര സംസ്കാരം വളർത്തുന്നു. 2 സീറ്റുകൾ എന്നത് ചെറിയ സംഖ്യയാണെങ്കിലും വോട്ട് വിഹിതത്തിലെ വർധനവ് വരും കാലങ്ങളിൽ BJPക്ക് കേരളത്തിൽ വലിയ സാധ്യതകൾ തുറന്നു നൽകുന്നു. ലോകപോൾ സർവേ പ്രവചിക്കുന്നത് പോലെ ഒരു ഭരണമാറ്റം കേരളത്തിൽ സംഭവിക്കുമോ അതോ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തി LDF 3-ാം ഊഴം ഉറപ്പിക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. വടക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും UDF മുന്നേറ്റം യാഥാർത്ഥ്യമായാൽ ഭരണമാറ്റം അനിവാര്യമാകും.
എന്നാൽ തെക്കൻ കേരളത്തിൽ LDF പയറ്റുന്ന തന്ത്രങ്ങൾ വിജയിച്ചാൽ മത്സരം പ്രവചനാതീതമാകും. എന്തായാലും കേരളത്തിലെ വോട്ടർമാർ രാഷ്ട്രീയ ബോധമുള്ളവരാണെന്നിരിക്കെ ഓരോ മുന്നണിയും ഉയർത്തുന്ന വികസന രാഷ്ട്രീയ നയങ്ങൾ വരും മാസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. ഈ സർവേ ഒരു സൂചന മാത്രമാണ്. അന്തിമവിധി ജനങ്ങളുടേതാണ്.